നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിന്നേ ഒരു കിടിലം പ്രോപ്പർട്ടി കാണിക്കാൻ വേണ്ടി വന്നേക്കാണ്. കിടിലം പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ കിടിലം പ്രോപ്പർട്ടി കങ്ങരപ്പടി ജംഗ്ഷനിൽ തന്നെ പ്രോപ്പർട്ടി വരുന്നത് ഇൻഫോ പാർക്കിലേക്ക് 4 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് ഏകദേശം 5.5 കിലോമീറ്റർ. ഞാനത് എടുത്തു വച്ചിട്ടുണ്ട്. 6 കിലോമീറ്റർ എടപ്പള്ളിയിലേക്കും വരുന്ന അങ്ങനെ ഒരു ലൊക്കേഷനിൽ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. 5 സെൻറ്റിൽ 2200 സ്ക്വയർ ഫീറ്റിൽ വരുന്ന കിടിലം പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ പുറംഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് പ്രോപ്പർട്ടിയുടെ കാർ പോർച്ച് കാര്യങ്ങൾ വരുന്നത്. സൈഡിലേക്കൊക്കെ അത്യാവശ്യം നല്ല സ്ഥലമുണ്ട്. 5 സെൻറ്റ് സ്ഥലമുണ്ട് ഈ പ്രോപ്പർട്ടിക്ക്. അപ്പോൾ ഈ സൈഡിലേക്കും അത്യാവശ്യം സ്ഥലമുണ്ട്. അകത്തെ വിശേഷങ്ങളാണ്. അകത്തെ കിടിലം പണിയാണ് പണിതേക്കുന്നത്. അകത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. കയറി വരുമ്പോൾ തന്നെ ഒരു മിനി സിറ്റ് ഔട്ടാണ്. ഇവിടെ നമുക്കൊരു ഷൂറാക്കൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസ് കൂടെ ഉണ്ട്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു വലിയ ഒരു ഡോറാണ് കേട്ടോ നമ്മുടെ. 2 ഹെവി ഡോറുകളാണ് ഇവിടെ ഉള്ളത്. ഇതാണ് നമ്മളുടെ ലിവിങ് ഏരിയ വരുന്നത്. വേണ്ടിയില്ലേ, അപ്പോൾ ലിവിങ് ഏരിയയിൽ തന്നെ നമുക്കൊരു വലിയ 1, 2, 3, 4 പാളിയുടെ ജനലിൻ്റെ അത്രയും രീതിയിലാണ് ഈ വിൻഡോസ് വന്നത്. ഇപ്പോൾ ലൈറ്റ് ഇട്ടില്ലെങ്കിലും കംപ്ലീറ്റ് വട്ടം ഇതിൻ്റെ അകത്തേക്ക് കയറുന്ന രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് ഈ സൈഡിലൊരു സാധനം ആണ് വെച്ചിട്ടുണ്ട്. ഒരു സംഭവം ഇത് കൊള്ളാം. പിന്നെ നമ്മുടെ സെപ്പറേഷൻ TV വെക്കാൻ പറ്റുന്ന സെപ്പറേഷൻ ഇടയിലാക്കിയിട്ടുണ്ട്. ഇടയിലൊക്കെ ഇങ്ങനെ ലൈറ്റ്സ് ഒക്കെ കൊടുത്തേക്കുന്ന ഒരു വേറെ ടൈപ്പ് ഓഫ് ഡിസൈനാണ്. പുതിയ ഡിസൈൻസാണ് നമ്മൾ കാണിക്കുന്നത്. കോപ്പി അടിക്കാവുന്ന ഒരു കോപ്പി അടിച്ചോളും. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്. ഈ ഒരു സെപ്പറേഷൻ വന്നിട്ടുണ്ട്. ഒരു ലൈറ്റ് കൊടുത്തിരിക്കുന്ന രീതിയിലാണ്. പൊളി. ഇതാണ് നമ്മളുടെ ഡൈനിങ് റൂമാണിത്. വലിയ ഡൈനിങ് റൂമാണ്. അത്യാവശ്യം നമുക്കൊരു 8 സീറ്റർ സുഖമായിട്ടിട്ടാലും സ്ഥലം ഉണ്ടാവുന്ന രീതിയിലുള്ള കിടിലൻ ഒരു ഡൈനിങ് ആണ്. ഓപ്പൺ കിച്ചൺ ആണ്. സീലിംഗ് കണ്ടില്ലേ, സിമ്പിൾ വർക്കുകളാണ്, പക്ഷേ അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ ഡൈനിങ്ങിൽ തന്നെ നമുക്കിവിടെ ഒരു വലിയ വിൻഡോ വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു ചെറിയൊരു കബോർഡുകളൊക്കെ വരുന്നുണ്ട്. ഹാൻഡിൽസ് ഒന്നും ഫിറ്റ് ചെയ്തിട്ടില്ല, ഫിനിഷ് ചെയ്തിട്ടില്ല, കുറച്ച് പണിയും കൂടി ബാക്കിയുണ്ട്. ഇപ്പോൾ നിലവിൽ ഇത് ഓണർ കൊടുക്കാൻ ഇട്ടേക്കാണ്. അപ്പോൾ വരുന്ന ആൾക്കാരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് പണി കംപ്ലീറ്റ് ചെയ്യും, വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ഇവിടെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഓപ്പൺ കിച്ചണിലേക്ക് കയറാം. ഇതാണ് ഓപ്പൺ കിച്ചൺ വരുന്നത്. ഓപ്പൺ കിച്ചണിൻ്റെ ഈ ഒരു കോമ്പിനേഷൻ കളറ് നോക്കിയാണെങ്കിൽ സെറ്റപ്പ് അല്ലേ, അടിപൊളിയല്ലേ. ഒരു വൈറ്റ് ആൻഡ് ഒരു ഗ്രേ കളറ് ക്ലിയറല്ലേ. പിന്നെ നമുക്കിവിടെ ഒരു ഫ്രിഡ്ജ് വെക്കാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇവിടെയും അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. മേളിലും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇതാണ് നമ്മളുടെ വർക്ക് ഏരിയ വരുന്നത്. വർക്ക് ഏരിയ നമുക്ക് സെറ്റപ്പ് ചെയ്തിട്ടില്ല. അത് വരുന്ന ക്ലയൻറ്റുകളുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് അത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ അകത്തെ വിശേഷങ്ങൾ. നമുക്കിനി ബെഡ്റൂമിലേക്ക് പോകാം. ബെഡ്റൂമിലേക്ക് കയറാം. 1ാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്.
ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെ ലൈറ്റിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ, ഇതേപോലെ വെളിച്ചമുണ്ട്. കണ്ടില്ലേ, ഇത്രയും വെളിച്ചം. സാധാരണ ഇങ്ങനെയുള്ള വീടുകളിലൊന്നും വെളിച്ചങ്ങൾ അധികം ഇല്ല, പക്ഷേ ഇതൊക്കെ എപ്പോഴും ഉണ്ടാവും. രണ്ട് സൈഡ് വഴിയുള്ളത് കൊണ്ട് എപ്പോഴും ഉണ്ടാവും വെളിച്ചം. കണ്ടില്ലേ, ഇത്രയും വെളിച്ചം അവിടെ ഉണ്ട്. ഒരു 3 ഡോർ കബോർഡ് ഇവിടെ ഉണ്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ടോയ്ലറ്റ് വരുന്നത്. മാരക ടോയ്ലറ്റാണ് കേട്ടോ. അത് ഭയങ്കര ഒരു കോമ്പിനേഷൻ ആയി വരും. ബ്ലാക്ക് കണ്ടില്ലേ, ഇതിലെ കോമ്പിനേഷൻ എന്നുള്ളതാണ്. ഇൻഡ്യുവറിൻ്റെ ആണ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിരുന്നത്. ജാഗ്വറാണ് മെറ്റീരിയൽസ് വന്നത്. അപ്പോൾ ഇതാണ് ഇൻഡ്യുവറിൻ്റെ തന്നെയാണ് വാഷിംഗ് ബേസിന് വന്നേക്കണം. ഈ ഒരു ഡോറിൻ്റെ തന്നെ ഡിസൈൻ നോക്കിയിട്ടുണ്ട്. സൂപ്പറല്ല. പിന്നെ നമുക്കിവിടെ ഒരു എന്താ പറയുക, ചെറിയ ഒരു വാം ലൈറ്റും ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, കാല് കാണാനുള്ള ലൈറ്റ്. പിന്നെ നമുക്ക് ഇവിടുത്തെ ഒരു ഏറ്റവും സ്പെഷ്യാലിറ്റിൻ്റെ സ്റ്റെയറാണ് കേട്ടോ. ഇത് നോക്കിയാൽ സ്റ്റെയർ നിങ്ങൾ നോക്കി, കിടിൽ തന്നെ ഒരു സ്റ്റെയർ അല്ലേ. മെറ്റലില് വുഡിലാണ് ചെയ്തേക്കണം കേട്ടോ, വുഡാണ്. പിന്നെ നമുക്കിവിടെ ഒരു വാഷിംഗ് ബേസിൻ വരുന്നുണ്ട്. വാഷിംഗ് ബേസിൻ സെറ്റ് ചെയ്തിട്ടില്ല, സെറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല എന്നുള്ളത്. നമുക്കിവിടെ ചെറിയൊരു എന്താ പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലേ ഏരിയ ഇവിടെ ഉണ്ട്. നമുക്കൊരു ഇൻവെർട്ടർ സെറ്റ് ചെയ്യാം. താഴെ സ്റ്റോറേജ് സ്പേസ് ഇവിടെ ഉണ്ട്. ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഈ ഗാർഡിൻ്റെയൊക്കെ ഫാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. GMൻ്റെ തന്നെ ലൈറ്റ്സും സ്വിച്ചസൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. അത്യാവശ്യം കിടിലുണ്ട് ബാത്റൂമാണ്. ഇൻഡ്യുവറിൻ്റെ ഒക്കെ ബ്രാൻഡഡ് സാധനം തന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു 2 വലിയ കബോർഡുകൾ കാണാൻ പറ്റും. 2 ഡോർ കബോർഡാണത്. ഒരു മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള വിനയിലാണ് ഇവിടെ കൊടുക്കുന്നത്. ഇതൊക്കെ അത്യാവശ്യം എക്സ്പെൻസീവ് ടൈലാണ് കേട്ടോ, വലിയ ടൈലാണ്. വിട്രിഫൈഡ് വലിയ ടൈലാണ്, അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ടൈലാണ്. വീടിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള പാട്ട് ഇതാണ്. കണ്ടില്ലേ, ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ്. അപ്പോൾ നമുക്കിനി മേളിലേക്ക് പോകണം, മേളിലത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ സ്റ്റെപ്പ് കയറി മേളിലേക്ക് പോവാം. മേളിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് പോയി നോക്കട്ടെ. കയറിയിട്ടില്ല. കയറി വരുമ്പോൾ നമുക്കിവിടെ ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. അപ്പം ഗ്ലാസ് സെറ്റ് ചെയ്യും. വെളിച്ചമൊക്കെ കിടിലായിട്ടുണ്ട്. വെളിച്ചത്തിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. വെളിച്ചം കയറുന്നതിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ബാൽക്കണിയാണ്. എൻ്റെ പൊന്ന് സുഹൃത്തുക്കളിലേക്ക് ഇതെല്ലാം ബാൽക്കണി. നല്ല ഹൈറ്റ്ലി പ്രോപ്പർട്ടി നിൽക്കണം കൊണ്ട് ഈ ഇവിടെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു പോസിറ്റിവിറ്റിയാണ്. എനിക്കത് വന്ന് കാണുമ്പോൾ ഫീൽ ചെയ്യും. കാല് തട്ടല്ലേ കേട്ടാ, പൊട്ടും പോവും. അപ്പോൾ ഇതാണ് സ്റ്റെയർ കേസ്. മേളിലേക്ക് കയറി വരുമ്പോൾ തന്നെയുള്ള വലിയ ഹോൾ ഇതാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി വരുന്നത് ഞാൻ പറഞ്ഞില്ല, കങ്ങരപ്പടി ജംഗ്ഷനിൽ നിന്ന് നമ്മൾ നവോദയക്ക് പോകുന്ന വഴിയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. ഇൻഫോ പാർക്കിലേക്ക് 4 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 6.5 കിലോമീറ്ററുമാണ് ഈ പ്രോപ്പർട്ടി എന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത്. 5 സെൻറ്റിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. 2700 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,05,00,000 രൂപയാണ് ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. ചെറിയ രീതിയിലൊക്കെ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. കിടിലൻ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളും കൂടി കാണാം. മേളത്തെ ഹോളിൽ കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു TV മൗണ്ട് ചെയ്യാനുള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മറ്റേ മൾട്ടിവുഡ് പാനലിംഗ് ആണ് കേട്ടോ. ഇവൻ്റെ ഈ ഒരു ഇതുവരെ ബ്രാൻഡഡാണ്. ഈ വിജാഗിരി വരെ ബ്രാൻഡഡ് പാറ്റേണാണ് ഉപയോഗിച്ചത്. നമുക്ക് ഇവിടുത്തെ മേളത്തെ ഫസ്റ്റ് കാണേണ്ടത് ഇവിടുത്തെ ഒരു ഓപ്പൺ ടെറസാണ് ഈ കാണേണ്ടത്. ഇതാണ് ഓപ്പൺ ടെറസ്. പ്രോപ്പറായിട്ട് ഗ്രില്ലൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് സ്റ്റെയർ വരുന്നത്. ഇങ്ങനെയാണ് സ്റ്റെയർ വരുന്നത്. ഇവിടെ ഒരു വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള പോർട്ടൽ ഇവിടെ ചെയ്തിട്ടുണ്ട്.
നമുക്ക് അകത്തേക്ക് കയറാൻ ഫസ്റ്റ് ബെഡ്റൂമാണ് ഈ കാണുന്നത്. താഴത്തെ ബെഡ്റൂമിൻ്റെ അതേപോലെ തന്നെ അതേ രീതിയിലുള്ള വെളിച്ചം കയറുന്ന രീതിയിലുള്ള ഒരു ബെഡ്റൂമാണ് മേളിലുള്ളത്. ഇത്രയും ഹൈറ്റിലുള്ള ഒരു വിൻഡോയാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്ര വലിയ വിൻഡോ വെച്ചിട്ടുള്ള ബെഡ്റൂമുകളൊക്കെ കാണുന്നത്. ഒരു 3 ഡോർ മൾട്ടിവുഡിൻ്റെ കബോർഡുണ്ട്. ഇതിന് മാറ്റ് ഫിനിഷിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത്. സീലിങ്ങിൽ ഫാനുണ്ട്, വീഗാർഡ് ഫാനാണ്. സീലിംഗ് ജിപ്സം ബോർഡ് ചെയ്തിട്ടുണ്ട്. സ്വിച്ചസ് എല്ലാം GM ആണ്. ഇവിടെ ബാത്റൂമിൽ അത്യാവശ്യം ഒരു ബ്രാൻഡഡ് ടൈൽസ് ഉപയോഗിച്ചിട്ട് കിടിലിനാക്കിയിട്ടുണ്ട്. അത് ഗ്രിപ്പുള്ള ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻവെയറാണ് ക്ലോസറ്റ്സും വാഷിംഗ് ബേസിനൊക്കെ കൊടുക്കുന്നത്. നമുക്കിനി നാലാമത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പാർട്ട് ഓഫ് ദ വീട്, ഈ വീട്ടിലെ ലാസ്റ്റ് ബെഡ്റൂം ആൻഡ് ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇതാണ് താഴത്തെ അതേപോലെ തന്നെയുള്ള ബെഡ്റൂമാണ്. പക്ഷേ ഇതിൻ്റെ ടൈല് ഭയങ്കര വ്യത്യാസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളർ ഈ ഒരു കോമ്പിനേഷൻ. ഹിൻവെയറാണ് ഇതും ഹിൻവെയറാണ്, ടാപ്പ് ഹിൻവെയറാണ്. ഇവിടെ നമുക്ക് കബോർഡുകൾ കൊടുത്തിട്ടില്ല. അത് നമുക്ക് റിക്വയർമെൻ്റ് അനുസരിച്ച് ചെയ്തെടുക്കാൻ പറ്റും. 2 വിൻഡോസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളത്തിൻ്റെ കേസുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. താഴെ പോയിട്ട് ഇതിൻ്റെ വെള്ളം വാട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് ഓഫ് ചെയ്യാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ചാനൽ ഗ്രോ ചെയ്ത് വരികയാണ്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇതുപോലെ നമ്മൾ നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനിയും വരും. ഓക്കെ, നമുക്ക് താഴെ പോയിട്ട് ഇതിൻ്റെ കന്നിമൂലയുടെ കാര്യവും കിണറിൻ്റെ കാര്യം കൂടി ഒന്നും കൂടി നോക്കാം. വീടിൻ്റെ കന്നിമൂലയുടെ കേസും കൂടി ഒന്നും നമ്മൾ കാണിക്കാതെ വീടിൻ്റെ കാര്യം ഓരോരോ ക്ലയൻറ്റുകളുടെ ഓരോരോ രീതിയാണല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം കൂടി അതൊന്ന് മെൻഷൻ ചെയ്താൽ കുറച്ചും കൂടി ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇതിൻ്റെ കന്നിമൂലയ്ക്ക് യാതൊരു പ്രശ്നമില്ല, യാതൊരു വിധത്തിലുള്ള അപാകതയൊന്നുമില്ല. കിണർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, പ്രോപ്പറായിട്ട് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ദർശനം കിഴക്കോട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ആർക്കെങ്കിലും ഈ വീട് വാങ്ങിക്കാനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാൻ നമുക്ക് കോൺടാക്ട് ചെയ്തത് നല്ലൊരു ഇതിലും വീടാണ്. കാര്യം ജംഗ്ഷനുകളായിട്ട് അധികം എന്താ പറയുക, ഒരുപാട് ഡിസ്റ്റൻസ് ഒന്നുമില്ല. മെഡിക്കൽ കോളേജ്, BMC, AME കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, പിന്നെ കുശാറ്റ് അടുത്ത് വരുന്നുണ്ട്, B&B ഹോസ്പിറ്റൽ വരുന്നത്, ലുലുമാൾ അടുത്താണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ചുറ്റുവട്ടത്തുണ്ട്. ഇൻഫോ പാർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു 1,500,000 രൂപ ബഡ്ജറ്റൊക്കെ പ്രതീക്ഷിക്കുന്ന ആൾക്കാരുടെ സംസാരിച്ചാൽ നല്ലൊരു രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ നാളെ